Hi friends, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ്ക്ട്റിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ടുള്ള പ്രൊഫൈലുകൾ എങ്ങനെ നമുക്ക് വലുതായി ഓപ്പൺ ചെയ്ത് നോക്കാം, അതുപോലെ എങ്ങനെ അവരുടെ ആ ഒരു കവർ ഫോട്ടോ എങ്ങനെ വലുതായി ഓപ്പൺ ചെയ്ത് നോക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫേസ്ബുക്കിൽ നമ്മളെ ഫ്രണ്ട്സിന്റെ ഒരു പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാണ്. അപ്പൊ അതേ പേരിലുള്ള ഒരുപാട് പ്രൊഫൈലുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആൾ ഇന്ന ആൾ തന്നെയാണെന്ന് നമുക്ക് അവരുടെ ആ ഒരു പ്രൊഫൈൽ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ അവർ ആ ഒരു പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രൊഫൈൽ നമുക്ക് വലുതായിട്ട് ഓപ്പൺ ആയി കാണാൻ സാധിക്കുന്നതല്ല, നമുക്ക് ചെറുതായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ആരാണ് ആ ഒരു വ്യക്തി എന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ലോക്ക് ചെയ്തിട്ടുള്ള പ്രൊഫൈലുകളും ഓപ്പൺ ചെയ്ത് വലുതായി കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ചെറിയ കാര്യം, നിങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തുക. അതുപോലെ ഈ അറിവ് നിങ്ങളെ മറ്ററിയാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫൈൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാൻ പറ്റും ഈ ഒരു പ്രൊഫൈൽ ലോക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഫൈൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാനായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഫൈലിന് താഴെയായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് വരും. ഈ ഒരു പേജിൽ ഏറ്റവും താഴെയായിട്ട് ഇവിടെ കാണാൻ പറ്റും കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പ്രൊഫൈൽ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഒരു ലിങ്ക് ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് വന്ന് നമ്മളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഞാനിവിടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു സെർച്ച് ബാറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ആ ഒരു പ്രൊഫൈൽ ഈ ഒരു വെബിൽ നമ്മളെ ബ്രൗസറിൽ നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എൻ്റെത് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ബ്രൗസറിൽ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് ഡയറക്റ്റ് ആയി വന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ലോഗിൻ പേജ് ആവും വരിക, അതായത് ഫേസ്ബുക്കിന്റെ ലോഗിൻ പേജ് ആവും വരിക. അതിൽ നിങ്ങൾ ബ്രൗസറുമായിട്ട് നിങ്ങളെ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു പേജ് വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ആ ഒരു പ്രൊഫൈൽ ഓപ്പൺ ആയി വരുന്നതാവും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഫൈലിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലായിട്ടുള്ള ആ ഒരു സെർച്ച് ബാറിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ലിങ്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു പെൻസിലിന്റെ ഐക്കൺ കാണാൻ പറ്റും റൈറ്റ് സൈഡിലായിട്ട്. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യണം. അപ്പൊ എഡിറ്റ് ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ m.facebook.com എന്ന് നിങ്ങൾക്ക് ആ ഒരു തുടക്കത്തിൽ കാണാൻ പറ്റും. അതിൽ ആ ഒരു m ഡോട്ട് അതിന്റെ രണ്ടിന്റെയും മിഡിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആ ഒരു കറക്റ്റ് എമ്മും അതുപോലെ ഡോട്ടിനും ഇടയിലായിട്ട്. അതിനുശേഷം നിങ്ങൾ ബേസിക് എന്ന് ഇതുപോലെ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളും ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാനിവിടെ ബേസിക് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്തപ്പോൾ ഇതുപോലെ മറ്റൊരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം പ്രൊഫൈൽ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഫേസ്ബുക്കിന്റെ ഒരു ബേസിക് വെർഷൻ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ആ ഒരു പ്രൊഫൈലോട് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രൊഫൈൽ ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ഒരു ഡൗൺലോഡ് ചെയ്തത് ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റിയ ഒരു പ്രൊഫൈൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് കറക്റ്റ് ആയിട്ട് സൂം ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ഈ ഒരു ഫോട്ടോ കറക്റ്റ് ആയിട്ട് നോക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കവർ ഫോട്ടോയിലോട്ടും ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് അതും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ചെയ്ത അതേ രീതിയിൽ തന്നെ ഡൗൺലോഡ് ഇമേജിലോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അതും നമ്മൾ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഈ വീഡിയോ എത്രയുള്ളൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനും നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.